യോഗ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, ഇതാണ് യോഗ. പക്ഷെ ഇപ്പോൾ അഷ്ടാംഗ യോഗത്തെ മാത്രമാണ് യോഗയായിട്ട് കാണുന്നത്. അത് 6ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചർച്ച ചെയ്യാം. 8 അംഗങ്ങളുണ്ട് അതിൻ്റെ. യമനിയമങ്ങൾ, പിന്നെ ആസനങ്ങൾ, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, പിന്നെ ധ്യാനം, സമാധി. ഇങ്ങനെ 8 അംഗങ്ങൾ ചേരുന്നതാണ്. അത് ബേസിക്കലി ഒന്നുമില്ല. ആദ്യം നമ്മൾ യമനിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇതാണ് യമനിയമങ്ങൾ. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. അതിലെന്താണ്, വെജിറ്റേറിയൻ ആയിരിക്കണം, അങ്ങനെ കുറേ, പിന്നെ ആർത്തി പാടില്ല, അസൂയ പാടില്ല, അങ്ങനെയുള്ള, അതാണ് യോഗയുടെ പ്രീ റിക്വിസിറ്റ്. ഒന്നാമത് അവിഹിത ബന്ധങ്ങൾ, അതൊന്നും പാടില്ല, ലൈംഗിക ബന്ധത്തിൽ പൂർണ്ണമായിട്ട് വിരമിച്ചിരിക്കണം. ഇതാണ് റൂൾസ് ഇതിൻ്റെ യോഗയുടെ. ഇതിന് ശേഷം ആസനങ്ങൾ ആരംഭിക്കണം, ഈ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട്. എന്നിട്ട് ആസനങ്ങൾ ചെയ്ത്, അടുത്തത് ആസനങ്ങൾ കുറേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ വായു കറക്റ്റായിട്ട് സഞ്ചരിച്ചു തുടങ്ങും. അപ്പോൾ പ്രാണായാമം ആരംഭിക്കണം. പ്രാണായാമം ചെയ്ത് 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 നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമുക്കൊരു നിയന്ത്രണം ലഭിക്കും. ബേസിക്കലി ഇത് എന്തിനു വേണ്ടിയാണ്? കുറേ മണിക്കൂറല്ല, വർഷങ്ങളോളം ഒരിടത്ത് ഒരു ഇരിക്കാൻ വേണ്ടിയാണ്. അത്രയേ ഉള്ളൂ. അത് ഒരു ഇരുത്തം കിട്ടാൻ വേണ്ടിയാണ്, ഒരു ആസന വിജയം നേടിയെടുക്കാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ആലോചിക്കുക. അല്ല, ശ്വാസം എങ്ങോട്ട് വിടുന്നു, എത്ര നേരം വിടുന്നു, അതല്ല, ഒരിടത്ത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ഈ കോപ്രായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല ഒറ്റ വിരലിൽ നിൽക്കാം, ഒറ്റ കൈ നിൽക്കാം, അതൊന്നും അല്ല നമ്മുടെ മെയിൻ വിഷയം. എത്ര നേരം ഒരേ ഒരു ഇരിപ്പിരിക്കാം. ഇതിനു വേണ്ടി നമ്മൾ ഒരിടത്ത് ഇരുന്നെങ്കിലേ മനസ്സൊരിടത്ത് ഇരിക്കൂ. കുട്ടികളുണ്ടല്ലോ, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് എന്തുകൊണ്ട് മനസ്സുറച്ചിട്ടില്ലേ, അടങ്ങി ഒന്നും ഇരിക്കാൻ കഴിയില്ല. അത് നമുക്ക് ഒരിടത്ത് ഇരിക്കാൻ കഴിയണമെങ്കിൽ മനസ്സൊരിടത്ത് ആയിരിക്കണം. അല്ലെങ്കിൽ ഇരുന്നാൽ മാത്രമേ മനസ്സിനെയും പിടിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ പ്രാണായാമവും ഇതൊക്കെ ചെയ്ത് നമുക്ക് കൺട്രോൾ ഒരുവിധം ഒരിടത്ത് ഇരിക്കാൻ പഠിക്കുന്നു. ആ അവസ്ഥയിൽ പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കുക. കണ്ണ് പല കാഴ്ചകളും കാണാൻ ആഗ്രഹിക്കുന്നു, നോ. ചെവി പലതും കേൾക്കാൻ, അത് നോ. രുചിക്കാൻ, എല്ലാത്തിനെയും തിരിച്ചു പിടിക്കുന്നു. ഒരു ആമയുടെ അവയവങ്ങളെല്ലാം തോടിൻ്റെ ഉള്ളിലോട്ടാക്കുന്നത് പോലെ എല്ലാം അകത്തോട്ട് പിടിച്ച് ഇങ്ങനെ നിയന്ത്രിച്ചിരിക്കുക. മനസ്സിനെ എല്ലാ ചിന്തകളിൽ നിന്നും പിന്തിരിപ്പിക്കുക. ഒറ്റ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. അതാണ് പ്രത്യാഹാരം. അതായത് കംപ്ലീറ്റ്ലി ഈ ലോകത്തിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുക. അവിടെ ധാരണ ആരംഭിക്കുന്നു. എന്താണ് ധാരണ? ഈ ലോകത്തിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയി ഇനി ഇതിനപ്പുറത്തായിട്ടുള്ള ഒരു വിഷയത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ബിയോണ്ട് ദിസ് വേൾഡ്. ആ ധാരണ, അതായത് ഒരു വിഷയം എന്താണ്? ഭഗവാനെ അന്വേഷിക്കുന്നത്. ഇതൊരു മന്ത്രത്തിലൂടെ ആയിരിക്കും അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ രൂപത്തിലൂടെ ആയിരിക്കാം. ആ ധാരണയുടെ പരിപക്വ അവസ്ഥയിൽ ധ്യാനമായിട്ട് മാറുന്നു. ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? കുറേ നേരം ധ്യാനിച്ചുകൊണ്ടിരിക്കുക, കുറേ നേരം ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയും. അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ആ ധ്യാനം അതിൻ്റെ പരിപക്വ അവസ്ഥയിൽ സമാധിയിലേക്കാവും. അതായത് ഈ ലോകത്തേക്ക് തിരിച്ചു വരാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരവസ്ഥ, സമാധിസ്ഥനായിട്ടിരിക്കുക, കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ഫ്രം ദിസ് വേൾഡ്. ഇതാണ് അഷ്ടാംഗ യോഗം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അഷ്ടാംഗ യോഗത്തിലൂടെ സമാധി അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മരിക്കണമെന്ന് നിർബന്ധമില്ല. ആ സമാധി അവസ്ഥയിൽ ആരെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വ്യക്തിയെ നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റും. എന്നിട്ട് ആ വ്യക്തിയെ കണ്ടെത്തുമ്പോൾ പിന്നെന്താണ്? വി വോണ്ട് ടു ലീവ് വിത്ത് ദാറ്റ് പേഴ്സൺ. നമുക്ക് ആ വ്യക്തിയായിട്ട് ജീവിക്കാൻ താല്പര്യം. അതാണ് ഭക്തി